ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ കപ്പട ഇല പോലെയുണ്ട്, അല്ലെങ്കിൽ പപ്പായയുടെ ഇല പോലെയാണ് ഉള്ളത് കേട്ടോ. അതിന് നല്ലോണം സാമ്യതയുണ്ട്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ തോട്ടത്തിലുള്ള ചായ മെൻസ അല്ലെങ്കിൽ മെക്സിക്കൻ സ്പിനാച്ച് കേട്ടോ. സോ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോണത്. സോ ഇപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് ഇല വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇല വലിക്കുമ്പോൾ അതിൻ്റെ ഞെട്ടിയൊന്നും എടുക്കാൻ പാടില്ല. അതിൽ കുറച്ച് പാല് അല്ലെങ്കിൽ അതിൻ്റെ പശ അതൊന്നും നമ്മുടെ കയ്യിൽ തട്ടാതെ ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ അതിലൊരു തരം പശ വരുന്നത്. ഈവൻ നമ്മൾ ഇല പറിച്ച ശേഷവും ഇതാ നോക്കൂ, ഇലയുടെ ഞെട്ടിയുടെ അറ്റത്തൊക്കെ വരും കേട്ടോ. സോ അതിൻ്റെ തണ്ടൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ചായ മനസ്സയിൽ ഒരുപാട് രോഗങ്ങൾക്ക് വളരെ നല്ലതെന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഷുഗറിന് വളരെ നല്ലതാണ്. നമ്മൾ ആ ഇലയൊക്കെ പറിച്ചിട്ട് വന്നിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. നല്ലോണം കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. അതിന് നല്ലോണം കഴുകുകയും വേണം. ഓക്കെ, വെള്ളത്തിലിട്ട് വെച്ച ശേഷം അതിൻ്റെ ഞെട്ടി വല്ലതുണ്ടെങ്കിൽ അതിനെയും കൂടി കളയുക. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ കപ്പട ഇല അല്ലെങ്കിൽ പപ്പായയുടെ ഇല അതിനോട് സാമ്യതയുള്ള ഒന്നാണ്. ഓക്കെ, നല്ല മൂക്കാത്ത ഇലയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് കൊളസ്ട്രോളിന് നല്ലതാണ്, ബ്ലഡ് ഷുഗർ ലോ ചെയ്യും. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതിനെ നന്നായിട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റെങ്കിലും അതിനെ ഒന്ന് വേവിക്കണം കേട്ടോ. അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമ്മളിവിടെ പച്ചമുളക്, ചെറിയ ഉള്ളിയാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. എല്ലാം റൗണ്ടിലാണ് മുറിച്ചിരിക്കുന്നത്. മുറിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. അതിനൊന്ന് തിരുമ്പി കൊടുക്കുക. വെളുത്തുള്ളിയും വേണം കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ബൈ ദ ടൈം നമ്മുടെ ഇവിടെ ഇല നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 15-20 മിനിറ്റായി കേട്ടോ. അതിനെ അടച്ചു വയ്ക്കാൻ പാടില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം. ഇത് കണ്ടു, ചായയുടെ കളറുണ്ട്, ചായ മനസ. അതായിരിക്കും തോന്നുന്നു ഇതിന് പേര് വന്നതെന്ന് വിചാരിക്കണു. പക്ഷേ ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. കപ്പട പോലെ അതിന് സൈനൈഡിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ പല രാജ്യങ്ങളിലും ഇത് ചായ ഉണ്ടാക്കി കുടിക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ. സോ ഞാൻ റിസ്ക് എടുക്കാൻ എന്തായാലും തയ്യാറില്ല. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞു പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു പാനിൽ കടുക് പൊട്ടിച്ചിട്ട് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചതച്ച ഐറ്റംസ് ഉണ്ടല്ലോ, വെളുത്തുള്ളി, പച്ചമുളക്, ദെൻ ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. അത് എല്ലാം കൂടി ഞെരടി കൊടുക്കുകയും വേണം, നന്നോളം തിരുമ്പിയും കൊടുക്കണം കേട്ടോ. അതൊരു നല്ല എഫക്റ്റാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അതവിടെ വഴഴട്ടെ. ബൈ ദ ടൈം നമുക്കിവിടെ ചായ മനസ കുറച്ചുകൂടി ഇലയിൽ വെള്ളമുണ്ട്, അതിനെയും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുത്ത ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ഇനിയാണ് നമ്മളതിനെ മുറിക്കാൻ പോണത്. ഓക്കെ, അതിനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുനുകുനേന്ന് മുറിച്ചെടുക്കുക. ഓക്കെ, നല്ലോണം ചെറുതാക്കി, എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഈ ചീര വന്നിട്ട് എല്ലാ ചീരയെക്കാട്ടിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ് കേട്ടോ. ഓക്കെ, ഇതപ്പോൾ നമുക്കിവിടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞു. അതിലേക്ക് ഈ മുറിച്ച ചീര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിന് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല, നമ്മൾ ആൾറെഡി 15-20 മിനിറ്റ് വേവിച്ചതാണ്. അതിലേക്ക് നല്ലോണം നാളികേരം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അടിപൊളി ചായ മനസ തോരൻ റെഡിയാണ്. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും ഇത് ഒരു ചെടി വീട്ടിലെല്ലാവരും വെക്കൂ. ഇത് വേഗം വളരും, പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട കേട്ടോ. അടിപൊളി തോരനുമാണ്, ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യൂ, നിങ്ങളുടെ കമൻസ് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.